മാർഷൽ ആർട്സ് പഠിച്ചിട്ടുണ്ടോ? പിന്നെ എന്താണ് ഇതിന് ഈ ഒരു ആക്ട്രസ് ഇതിൽ ഈ റോൾ ചെയ്യാനായിട്ട് എന്തെങ്കിലും റെഫറൻസ് എന്തെങ്കിലും എടുത്തിരുന്നോ? ആ ഒരു വൈബ് പിടിക്കാനായിട്ട് പിടിച്ചിരുന്നു വെച്ചു. അപ്പോൾ എന്തെങ്കിലും സംവിധായകനായാലും എന്തെങ്കിലും ഉണ്ടായിരുന്നോ? എന്തെങ്കിലും പറഞ്ഞു തന്നിരുന്നു വെച്ചോ? തീർച്ചയായിട്ടും നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളെല്ലാവരെയും പെർഫോമൻസ് വൈസ് നല്ലതായിട്ട് ഗൈഡ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ടും കൂടിയാണ് നന്നായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. പിന്നെ നമ്മൾ പേഴ്സണലി കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ട്രെയിനിങ് സെന്ററിലുണ്ട്. വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. വിശാഖ അത്യാവശ്യം വർക്ക്ഷോപ്പിലൊക്കെ പോയിട്ടുള്ള ആളാണ്. ഇത് പഠിക്കാനൊക്കെയാണ്, ആക്ടിങ്ങൊക്കെ. അപ്പോൾ വിശാഖിൻ്റെ ഭാഗത്തൊക്കെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. വിശാഖൊക്കെ നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന്. അപ്പോൾ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിന് ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്ത് നന്നായിട്ട് പോകുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ആക്ഷനൊക്കെ ആയാലും എല്ലാം നന്നായിരുന്നു. വിഷ് ഓൾ ദി ബെസ്റ്റ്. ഇതുപോലത്തെ ക്യാരക്ടർ ചെയ്യാനാണ് ആഗ്രഹം, അതോ? എന്തായാലും ഫസ്റ്റ് മൂവിയല്ലേ? എന്തായാലും നല്ലൊരു ഭയങ്കര ഒരു കുഞ്ചാക്കോ ബോബൻ്റെ ഒരു ബെസ്റ്റ് മൂവീസിന് പറഞ്ഞതാണ്. ഇത്രയും ഒരു എൻജോയ് ചെയ്തതാണ്. എല്ലാവർക്കും നല്ല പ്രശ്നം കിട്ടും. മാർഷൽ ആർട്സ് പഠിച്ചെന്താ? ഇച്ചിരൊക്കെ പഠിച്ചിട്ടുള്ളൂ. അങ്ങനെ കുറേ പഠിച്ചിട്ടൊന്നുമില്ല. ബട്ട് അത്യാവശ്യം ഫൈറ്റ് ചെയ്യാനൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇറ്റ് ഹെൽപ്പ് എ ലോട്ട്. സ്പോർട്സിലൊക്കെ ആയിരുന്നു. അതുകൊണ്ടൊക്കെ അത്ര എളുപ്പമില്ലായിരുന്നു. ബട്ട് കുറേയൊക്കെ എളുപ്പമായിരുന്നു ചെയ്യാൻ. ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്ത് ഒരു വൈബ് ക്രിയേറ്റ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് മൂവിയാണോ? ഇതിനു മുമ്പ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ഇതിന് മുന്നേ തിയേറ്റർ ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു ബാംഗ്ലൂരിൽ. 7 വർഷമായിട്ട് അവിടെ തന്നെ വർക്ക് ചെയ്യുന്നു. പിന്നെ ഫൈനലി ഒരു പടം കിട്ടി ചെയ്ത്. റെഫറൻസ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? റെഫറൻസ് എന്തെങ്കിലും എടുത്തിരുന്ന ചോദ്യം? റെഫറൻസ് ഞങ്ങൾക്ക് ആക്ച്വലി കുറേ റെഫറൻസ് ഇവർ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുമ്പോൾ വേറൊരു ഐറ്റം ആയിരുന്നു ഇവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അതനുസരിച്ച് അവർ പറയുന്നതനുസരിച്ച് ചെയ്തായിരുന്നു. അങ്ങനെ റെഫറൻസ് പറയാൻ എന്തായാലും നന്നായിരുന്നു. സന്തോഷം ഭയങ്കര സന്തോഷം. ഈ പറയുന്ന പോലെ ഇത്രയും ലെങ്ത്തുള്ളൊരു ക്യാരക്ടറൊന്നും ഞാൻ സിനിമയിലൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. അത് ചേട്ടനും മാർട്ടി ചേട്ടനൊക്കെ കൂടി ഇത്രയും നല്ലൊരു ക്യാരക്ടർ തന്നെ ഏൽപ്പിക്കാന്ന് പറഞ്ഞപ്പോൾ തന്നെ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ സോ ഹാപ്പി. പിന്നെ ഡാൻസറിൽ നിന്നൊരു ടെറർ വില്ലനിലേക്കാണ് വന്നത്. വില്ലന്മാർ എങ്ങനെയുണ്ട്? പടം കണ്ടപ്പോൾ എക്സ്പീരിയൻസ് ഉണ്ട് വില്ലന്മാരുടെ വില്ലനിസം? സൂപ്പർ വെല്ലത്തിയുടെ അച്ഛനാണ്.